നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് വെസ്റ്റേൾ ഏരിയയിലെ പുങ്ങൻചാലിൽ തെയ്യം കെട്ട് ഉത്സവത്തോടനുബന്ധിച്ച് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് ശാരീരികാസ്വാസ്ഥ്യം. 100ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. സ്ത്രീകൾ അധികമാരും കടന്നു ചെല്ലാത്ത മൊബൈൽ ടെക്നീഷ്യൻ മേഖലയിൽ സ്വന്തമായൊരു സംരംഭം. കാസർഗോഡ് ജില്ലയിലെ ആദ്യ വനിതാ മൊബൈൽ ടെക്നീഷ്യനായി സിന്ധു. സർക്കാർ അടച്ചുപൂട്ടിയ ഏകാധ്യാപക വിദ്യാലയങ്ങൾ സാമൂഹ്യവിരുദ്ധരുടെ താവളമാകുന്നു. അടച്ചുപൂട്ടി 2 വർഷം കഴിഞ്ഞതോടെ കെട്ടിടങ്ങൾ പലതും കാടുകയറി നാശത്തിന്റെ വക്കിൽ. രാഘവൻ മാണിയാട്ട് രചിച്ച ഗ്രാമത്തിന്റെ വഴികൾ പുസ്തക പ്രകാശനം 19-ന്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രകാശനം നിർവഹിക്കും. കൊണാജെ നരിങ്കാന ഗ്രാമത്തിലെ മോർലാബോലയിലെ ലവകുശ ജോഡുക്കരയിൽ നടന്ന കമ്പള നാടിന്റെ ഉത്സവമായി. ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. കാസർഗോഡ് ജില്ലാ ജനകീയ ആരോഗ്യ സമിതി കാഞ്ഞങ്ങാട്ട് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് വെസ്റ്റേൾ ഏരിയയിലെ പുങ്ങൻചാലിൽ തെയ്യം കെട്ട് ഉത്സവത്തോടനുബന്ധിച്ച് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് ശാരീരികാസ്വാസ്ഥ്യം. 100ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ആരുടെയും നില ഗുരുതരമല്ല. കാസർഗോഡ് വെസ്റ്റേൾ ഏരിയയിലെ പുങ്ങൻചാലിൽ നടന്ന തെയ്യക്കോലത്തിനോടനുബന്ധിച്ച് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് ശാരീരികാസ്വാസ്ഥ്യമുണ്ടായി. ബുധനാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചവർക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. 100ഓളം പേരെ ഛർദി, വയറിളക്കം, ക്ഷീണം എന്നീ ലക്ഷണങ്ങളോടെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു. ഇതിൽ ആരുടെയും നില ഗുരുതരമല്ല. ഭക്ഷ്യവിഷബാധയെന്നാണ് സംശയിക്കുന്നത്. വെസ്റ്റേൾ ഏരിയ പഞ്ചായത്തിലെ പുങ്ങൻചാല് ഭാഗത്തുനിന്ന് ഭക്ഷ്യവിഷബാധ മൂലം നമ്മളെ വിവിധ ആശുപത്രികളിൽ 100ഓളം ആളുകൾ അഡ്മിറ്റ് ആയിട്ടുണ്ട്. വെള്ളരിക്കുണ്ട് പ്രദേശത്ത് KJ തോമസ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു 30ഓളം ആളുകൾ ചികിത്സ തേടി വരികയും നല്ലൊരു വിഭാഗം ആളുകൾ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുമുണ്ട്. കൂടുതൽ ആളുകൾ വരുന്നതായിട്ട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വെള്ളരിക്കുണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നതിനുള്ള സംവിധാനം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അവിടുത്തെ സേവനം ഉപയോഗിക്കേണ്ടതാണെന്ന് അറിയിക്കുന്നു. വിവരമറിഞ്ഞ് കാസർഗോഡ് നിന്നും മെഡിക്കൽ സംഘം എത്തി താൽക്കാലികമായി പ്രദേശത്ത് അടിയന്തര OP സംവിധാനം ഏർപ്പെടുത്തി. മെഡിക്കൽ പരിശോധന സൗകര്യവും ഒരുക്കിയിരുന്നു. നിലവിൽ സമാന ലക്ഷണങ്ങളുമായി നിരവധി പേർ ആശുപത്രികളിൽ എത്തുന്നുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഭക്ഷ്യവിഷബാധയാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൊബൈൽ ഷോപ്പിൽ സഹായിയായ കാലം മുതൽ സിന്ധു കണ്ട സ്വപ്നം പൂവണിഞ്ഞു. സ്ത്രീകൾ അധികമാരും കടന്നു ചെല്ലാത്ത മൊബൈൽ ടെക്നീഷ്യൻ മേഖലയിൽ സ്വന്തമായൊരു സംരംഭം തുടങ്ങിയാണ് കാസർഗോഡ് നീലേശ്വരം സ്വദേശിനിയായ സിന്ധു തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. ഇതോടെ ജില്ലയിലെ ആദ്യ വനിതാ മൊബൈൽ ടെക്നീഷ്യനായി സിന്ധു മാറി. 16 വർഷത്തെ സ്വപ്നം, സ്വന്തമായൊരു സംരംഭം. സ്ത്രീകളധികം കടന്നു വരാത്ത മൊബൈൽ ടെക്നീഷ്യൻ മേഖലയിലാണ് സിന്ധു തൻ്റെ കൈമുദ്ര പതിപ്പിക്കുന്നത്. കാസർഗോഡ് നീലേശ്വരത്തെ തൻ്റെ മൊബൈൽ സർവീസ് ഷോപ്പ് പ്രണവം തുറന്നപ്പോൾ ജില്ലയിലെ ആദ്യ വനിതാ മൊബൈൽ ടെക്നീഷ്യനായി സിന്ധു മാറി. വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ മൊബൈൽ കടയിൽ സഹായിയായി കൂടെ കൂടിയായിരുന്നു തുടക്കം. കണ്ടും കേട്ടും ചോദിച്ചറിഞ്ഞും കുറേയൊക്കെ പഠിച്ചു. അങ്ങനെയിരിക്കവെയാണ് മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സിന് ചേർന്നത്. അധ്യാപകരുടെയും കുടുംബത്തിൻ്റെയും പിന്തുണയിൽ ലഭിച്ച ആത്മവിശ്വാസം നീലേശ്വരം കോൺവെന്റ് കവലയിൽ പ്രണവം മൊബൈൽ സർവീസ് ഷോപ്പ് തുറക്കുന്നതിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ജില്ലയിലെ ആദ്യ അംഗീകൃത വനിതാ മൊബൈൽ ടെക്നീഷ്യനാണ് സിന്ധു. മൊബൈൽ ഷോപ്പിൽ സഹായിയായ കാലം മുതൽ കണ്ട സ്വപ്നം പൂവണിഞ്ഞതിൻ്റെ സന്തോഷം സിന്ധുവിൻ്റെ മുഖത്ത് തെളിഞ്ഞു കാണാം. സ്ത്രീകൾ കോഴ്സ് പഠിക്കാൻ എത്തുന്നുണ്ടെങ്കിലും പലരും ജോലിയിൽ പ്രവേശിക്കുന്നില്ല. മികച്ച തൊഴിലവസരങ്ങളും ഉപജീവന മാർഗവും നേടിത്തരുന്ന ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ചെറുതോ വലുതോ ആയിക്കോട്ടെ, സിന്ധുവിനെ പോലെ സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കുന്നവർ സ്ത്രീ സമൂഹത്തിന് മാത്രമല്ല സമൂഹത്തിന് തന്നെ മാതൃകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജനുവരി 20-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് മുന്നോടിയായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥി ചങ്ങല സംഘടിപ്പിച്ചു. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വിമൽ ഉദുമ ഉദ്ഘാടനം ചെയ്തു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജനുവരി 20-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥി ചങ്ങല സംഘടിപ്പിച്ചു. ചങ്ങലയിൽ നിരവധി വിദ്യാർത്ഥികൾ അണിനിരന്നു.
പരിപാടി SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വിമൽ ഉദുമ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ശരണ്യ പാടി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഹരികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഏരിയ സെക്രട്ടറി ഇമ്മാനുവൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സർക്കാർ അടച്ചുപൂട്ടിയ ഏകാധ്യാപക വിദ്യാലയങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. അടച്ചുപൂട്ടി 2 വർഷം കഴിഞ്ഞതോടെ കെട്ടിടങ്ങൾ പലതും കാടുകയറി നാശത്തിൻ്റെ വക്കിലാണ്. ആളനക്കമില്ലാതായതോടെ ഇവിടം ഇപ്പോൾ ഇഴജന്തുക്കളുടെ താവളം കൂടിയാണ്. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾക്ക് പൂട്ടുവീണ് 2 വർഷമാകുമ്പോൾ ദുരിതത്തിലായത് ഇവിടെ പഠിച്ചിരുന്ന കുട്ടികൾ മാത്രമല്ല, നാട്ടുകാരും പരിസരവാസികളും കൂടിയാണ്. ഇത്തരം വിദ്യാലയങ്ങൾ ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. പല കെട്ടിടങ്ങളുടെ നിലവിലെ അവസ്ഥ ദയനീയമാണ്. മരങ്ങൾ കെട്ടിടത്തിന് മുകളിലേക്ക് വളർന്നും കാടുകൾ പന്തലിച്ചും പതിറ്റാണ്ട് മുമ്പ് അടച്ചുപൂട്ടിയ പോലെയാണുള്ളത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളുടെ വാതിലുകളും ജനലുകളും തകർന്ന നിലയിലാണ്. കഞ്ഞിപ്പുര അടക്കമുള്ള അനുബന്ധ കെട്ടിടങ്ങളും തകർച്ചാ ഭീഷണിയിലാണ്. കുടിവെള്ളത്തിനായി സ്ഥാപിച്ച ടാങ്ക് തകർന്നും കുഴൽ കിണറിന്റെ മോട്ടോർ തുരുമ്പെടുത്ത നിലയിലുമാണുള്ളത്. കുമ്പള പഞ്ചായത്തിലെ ചേപ്പിനടുക്കം, താഴെക്കൊടിയമ്മ, മൊഗ്രാൽ, കൊപ്പളം, ബദ്രിയ നഗർ എന്നീ 4 ഇടങ്ങളിൽ ഏകാധ്യാപക വിദ്യാലയം പ്രവർത്തിച്ചിരുന്നു. നല്ല കുട്ടികളും മികച്ച പഠന സാഹചര്യവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ചേപ്പിനടുക്കം MGLCയുടെ സ്ഥിതി ദയനീയമാണ്. അടച്ചുപൂട്ടി 2 വർഷം കഴിഞ്ഞിട്ടും കെട്ടിടം സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാവാത്തത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഇതിൽ മൊഗ്രാൽ കൊപ്പളത്തെ കെട്ടിടത്തിൽ കഴിഞ്ഞ 1 വർഷമായി ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. താഴെ കൊടിയമ്മയിലെ വിദ്യാലയത്തിൽ തുരുമ്പെടുത്ത ഫർണിച്ചർ അലക്ഷ്യമായി കിടക്കുന്നതും ചിതറിത്തെറിച്ച പാഠപുസ്തകങ്ങളും കാണാം. കെട്ടിടം ഉപയോഗപ്രദമാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുറേ വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ തന്നെ പ്രയത്നിച്ചിട്ടും പ്രയത്നപരമായിട്ടാണ് കുമ്പള പഞ്ചായത്തിൻ്റെ അനുവാദത്തോടെ ഞങ്ങളിവിടെ തുടങ്ങിയത്. അടുത്തത് പൂട്ടുന്ന നിലയിലാണ് കാണുന്നത്. ഇപ്പോൾ ഒരു കെട്ടിടം നശിച്ചിട്ട് പോകുന്നുണ്ട്. കുമ്പള പഞ്ചായത്തിൽ ഒരു നല്ലൊരു പുരോഗമനത്തിന് വേണ്ടി ഏതെങ്കിലും നല്ലൊരു ആവശ്യത്തിന് ആ കെട്ടിടം ഉപയോഗിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. സ്കൂളുകളില്ലാത്ത മലയോര മേഖലകളിലും ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾ തിങ്ങിപ്പറക്കുന്ന പ്രദേശങ്ങളിലുമായിരുന്നു മൾട്ടിഗ്രേഡ് ലേണിംഗ് സെന്റർ MGLC എന്ന പേരിൽ DPEPയുടെ ഭാഗമായി സർക്കാർ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ആരംഭിച്ചത്. സംസ്ഥാനത്തെ 266 ഏകാധ്യാപക വിദ്യാലയങ്ങളാണ് അടച്ചുപൂട്ടിയത്. പൂട്ട് വീണതോടെ ഇവിടുത്തെ കുട്ടികൾ ദൂരദിക്കിലുള്ള മറ്റു സർക്കാർ സ്കൂളുകളിലേക്കും മറ്റും പ്രവേശനം തേടിയിരിക്കുകയാണ്. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. രാഘവൻ മാണിയാട്ട് രചിച്ച ഗ്രാമത്തിൻ്റെ വഴികൾ പുസ്തക പ്രകാശനം 19-ന് വെള്ളിയാഴ്ച വൈകുന്നേരം നടക്കും. പിലിക്കോട് പഞ്ചായത്തിലെ മാണിയാട്ട് ഗ്രാമത്തിൻ്റെ ഇന്നലകൾ അടയാളപ്പെടുത്തുന്ന പുസ്തകമാണിത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുസ്തക പ്രകാശനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാണിയാട്ടി വിജ്ഞാനദായിനി വായനശാല ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് പുസ്തക പ്രകാശനം. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുസ്തക പ്രകാശനം നിർവഹിക്കും. രാധാകൃഷ്ണൻ പെരുമ്പള പുസ്തകം ഏറ്റുവാങ്ങും. TV ബാലൻ അധ്യക്ഷത വഹിക്കും. EP രാജഗോപാലൻ പുസ്തക പരിചയം നടത്തും. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് PP കുഞ്ഞികൃഷ്ണൻ മന്ത്രിയെ ആദരിക്കും. PP പ്രസന്നകുമാരി, CV ചന്ദ്രമതി, MV സുജാത, രവീന്ദ്രൻ മാണിയാട്ട്, PK റഹീന, MV കോമൻ നമ്പ്യാർ, പ്രൊഫസർ KP ജയരാജൻ, ഡോക്ടർ VPP മുസ്തഫ, K രാജേഷ് കുമാർ, തൃക്കരിപ്പൂർ പ്രസ് ഫോറം സെക്രട്ടറി ഉറുമീസ് തൃക്കരിപ്പൂർ എന്നിവർ സംസാരിക്കും. തുടർന്ന് നാടൻപാട്ട് അരങ്ങേറും. C നാരായണൻ, ഷിജോയ് മാണിയാട്ട്, K റിലീഷ്, M അശോകൻ, MK മോഹനൻ, C സുരേഷൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡിൻ്റെ അതിർത്തി പ്രദേശമായ കൊണാജെ നരിങ്കാന ഗ്രാമത്തിലെ മോർലാബോലയിലെ ലവകുശ ജോടുക്കരയിൽ തുളുനാടിൻ്റെ ഉത്സവമായ കമ്പള ഉത്സവം നടന്നു. ബ്രഹ്മശ്രീ ഉച്ചിലത്തായ നീലേശ്വരം പത്മനാഭതന്ത്രി ദീപം തെളിയിച്ച് കമ്പള ഉത്സവം ഉദ്ഘാടനം ചെയ്തു. തുളുനാടിൻ്റെ കാർഷിക പാരമ്പര്യം അതുല്യമാണ്. തുളുനാടിൻ്റെ കൃഷിയും സംസ്കാരവും ചേർന്ന ഈ നാടിൻ്റെ അഭിമാന കലയാണ് കമ്പള ഉത്സവം. കമ്പളയെ സംരക്ഷിക്കാനും വിളവെടുപ്പിനുമായി കർണാടകയോട് ചേർന്നുള്ള വിവിധയിടങ്ങളിലായി കമ്പള ഉത്സവം നടന്നു വരുന്നുണ്ട്. കൊണാജെ നറിങ്കാന ഗ്രാമത്തിലെ മോർലബോലയിലെ ലവകുശ ജോടുകരയിൽ അതിവിശാലമായ സ്ഥലത്തായിരുന്നു കമ്പള ഉത്സവം സംഘടിപ്പിച്ചത്. ബ്രഹ്മശ്രീ ഉച്ചിലത്തായ നീലേശ്വരം പത്മനാഭതന്ത്രി ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കമ്പള സംസ്കാരത്തിന് പ്രതീകമായി മാറട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു.
കമ്പള കമ്മിറ്റി ചെയർമാനും നിയമസഭാ സ്പീക്കറുമായ UT ഖാദർ പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. കമ്പള ഉത്സവം ഇന്ന് രാജ്യത്ത് മാത്രമല്ല വിദേശത്തും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പുത്തൂർ MLA അശോക് റായ് പറഞ്ഞു. കമ്പളത്തിന് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ 5 ലക്ഷം രൂപ സർക്കാർ അനുവദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കമ്പള കമ്മിറ്റി അംഗങ്ങളായ വെങ്കപ്പ കജവ മിത്തക്കൊടി, നേതാക്കളായ ഗുണപാൽ കടമ്പ, മതമേധാവികളായ പ്രമോദ് റായ്, ഗുണകര ആൾവ, കുർനാട് ഗുത്തു സുധാകര ഷെട്ടി, വൈദികരായ രാഘവേന്ദ്ര ആച്ചാർ, കിനിയ ഗുത്തുനാരായണൻ ഷെട്ടി, വാസുമൂല്യ പണോളി ബയലു, പ്രസാദ് കല്ലിമാർ, രാജേഷ് ഷെട്ടി മുംബൈ, മൻമോഹൻ കൊണ്ടെ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ രാജ്യോത്സവ അവാർഡ് ജേതാക്കളും സാമൂഹിക പ്രവർത്തകരുമായ പത്മനാഭ നരിങ്ങാന, രവീന്ദ്ര ഷെട്ടി മുനിയാലു എന്നിവരെ ആദരിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഉജാസ് പദ്ധതിയുടെ കേരളത്തിലെ ആദ്യ പരിപാടി പരവനടുക്കം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഫോർ ഗേൾസ് സ്കൂളിൽ നടന്നു. പരിപാടിയിൽ ആർത്തവ ശുചിത്വ ബോധവൽക്കരണ ക്ലാസും സാനിറ്ററി പാഡ് വിതരണവും നടന്നു. ഉജാസ് പദ്ധതിയുടെ കേരളത്തിലെ ആദ്യ പരിപാടി പരവനടുക്കം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഫോർ ഗേൾസ് സ്കൂളിൽ നടന്നു. കാസർഗോഡ് ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മല്ലിക M ഉജാസ് പദ്ധതിയുടെ സൗജന്യ സാനിറ്ററി പാഡ് സ്കൂൾ സീനിയർ സൂപ്രണ്ട് പ്രസന്ന KM കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെമ്മനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൗൺസിലർ ശരിത പങ്ങാട് ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ അരുൺകുമാർ KR, സാരിപുത് കാംബ്ലി, അതുൽ സാട്ടെ, രോഹിത് നിഷാദ് എന്നിവർ സംസാരിച്ചു. ആദിത്യ ബിർള എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ഉജാസ് എക്സ്പ്രസ് കേരളത്തിലെ ബെറ്റർ ലൈഫ് ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും പേഴ്സണൽ ഹൈജീനിനെ കുറിച്ചും ഹെൽത്ത് അവയർനെസ്സിനെ കുറിച്ചും ഒക്കെ ഒരു ക്ലാസ് എടുത്തത് വളരെ നന്നായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. എല്ലാ കുട്ടികൾക്കും അത് ഒരുപാട് എഫക്റ്റീവായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ച ഉജാസിനെ ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. 5 തൊട്ട് 9th വരെയുള്ള ക്ലാസ്സുകൾ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നിരുന്നു. ശരീരത്തെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ് നന്നായി ഇഷ്ടപ്പെട്ടു. സോഹം ഫൗണ്ടേഷൻ, റെനോവേറ്റീവ് ഇന്ത്യ എന്നിവരും പരിപാടിയുമായി സംയുക്ത സഹകരണം നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീലേശ്വരം ചായോത്ത് ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമായി. റാഷിദ് തലക്കൽ പതാക ഉയർത്തിയതോടെയാണ് ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമായത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന ആണ്ടുനേർച്ചയുടെ ഭാഗമായി ആത്മീയ സദസ് ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ നടക്കും. നീലേശ്വരം ചായോത്ത് ആണ്ടുനേർച്ചയ്ക്ക് തുടക്കമായി. ആണ്ടുനേർച്ച കമ്മിറ്റി ചെയർമാൻ റാഷിദ് തലക്കൽ പതാക ഉയർത്തി. വൈകുന്നേരം ഉദ്ഘാടന പരിപാടി നടന്നു. തുടർന്ന് മദനീയം ആത്മീയ സദസ് നടന്നു. വെള്ളിയാഴ്ച മെഗാ ദഫ് പ്രദർശനം അരങ്ങേറും. തുടർന്ന് അസ്ലം അസ്ഹരി പൊയ്ത്തുംകടവിന്റെ മതപ്രഭാഷണം ഉണ്ടായിരിക്കും. ശനിയാഴ്ച രാത്രി പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ദഫ്മുട്ട് പ്രദർശനവും തുടർന്ന് ഇശൽ നിലാവും നടക്കും. 4ാം ദിവസമായ ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ആണ്ടുനേർച്ച കമ്മിറ്റി ചെയർമാൻ റാഷിദ് തലക്കൽ അധ്യക്ഷത വഹിക്കും. കൺവീനർ റംഷാദ് കുണ്ടാരത്തിന്റെ സ്വാഗത പ്രസംഗം നടക്കും. സയ്യിദ് നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ ഹൈദ്രൂസി അൽ യമാനി കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. തുടർന്ന് അന്നദാനത്തോടെ ആണ്ടുനേർച്ചയ്ക്ക് സമാപനം കുറിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പടന എടച്ചാക്കയിൽ പുനർനിർമ്മിച്ച റിഫായി ജുമാ മസ്ജിദ് ഉദ്ഘാടനം 25-ന് വൈകുന്നേരം സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 6 ദിവസം നീളുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും. മെഡിക്കൽ ക്യാമ്പ്, വനിതാ സംഗമം, മുതിർന്ന വനിതകളെ ആദരിക്കൽ, സൗഹൃദ സംഗമം, യുവജന സുവനീർ പ്രകാശനം, പ്രവാസി സംഗമം, മതപ്രഭാഷണം തുടങ്ങിയ പരിപാടികളായിരിക്കും റിഫായി ജുമാ മസ്ജിദ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടക്കുക. 25-ന് വൈകുന്നേരം 6:30-ന് നടക്കുന്ന സമാപന സമ്മേളനവും കൂട്ടുപ്രാർത്ഥനയും പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനം വിളംബരപ്പെടുത്തി 20-ന് വൈകുന്നേരം 4-ന് അഴീക്കൽ ജുമാ മസ്ജിദ് പരിസരം മുതൽ എടച്ചാക്കൈ ജംഗ്ഷൻ വരെ വിളംബര ജാഥ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജനുവരി 20-ന് ശനിയാഴ്ച വൈകുന്നേരം വിളംബര ജാഥയോടുകൂടിയാണ് പദ്ധതി തുടക്കം കുറിക്കുന്നത്. ആ വിളംബര ജാഥ എന്ന് പറയുന്നത് എടച്ചാക്കി അഴീക്കൽ ജുമാ മസ്ജിദ് പരിസരത്ത് നിന്ന് തുടങ്ങി ബാങ്ക് പരിസരം വരെയുള്ള ജാഥയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 21-ാം തീയതി മെഡിക്കൽ ക്യാമ്പ്. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ T. അബ്ദുൾ റഹ്മാൻ ഹാജി, വൈസ് ചെയർമാൻമാരായ VK ഹനീഫ ഹാജി, P. ഷംസുദ്ദീൻ ഹാജി, വാഴപ്പള്ളി മുഹമ്മദ് കുഞ്ഞി, ജനറൽ കൺവീനർ K. മുഹമ്മദ് കുഞ്ഞി, MC. അബ്ദുള്ള ഹാജി, P. ജമാൽ ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 2022-27 14 പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2024-25 വാർഷിക പദ്ധതി വികസന സെമിനാർ നടത്തി. ഉൽപാദന സേവന ആരോഗ്യ മേഖലയിൽ ശ്രദ്ധേയമായ പദ്ധതികൾ നടപ്പിലാക്കും. 14 പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ഉൽപാദന സേവന ആരോഗ്യ പശ്ചാത്തല മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്താനാണ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് 2022-27 14 പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2024-25 വാർഷിക പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സമഗ്ര ആരോഗ്യ പദ്ധതിയിലൂടെ പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ലക്ഷ്യം വയ്ക്കുന്നത്. ഉൽപാദന മേഖലയിൽ പരമാവധി ഉൽപാദനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തതയിലേക്ക് പോകാനുള്ള ശ്രമവും ലക്ഷ്യമിടുന്നു. മികച്ച സേവനം നൽകുന്ന പഞ്ചായത്തായി അജാനൂർ ഗ്രാമപഞ്ചായത്തിനെ മാറ്റുക, പശ്ചാത്തല വികസന രംഗത്ത് നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന വലിയ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുക എന്നീ പ്രവർത്തനങ്ങളും നടത്തും. ദരിദ്രരില്ലാത്ത പഞ്ചായത്ത്, തരിശുരഹിത പഞ്ചായത്ത്, സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, മുഴുവൻ വീടുകളിലും അടുക്കളത്തോട്ടം, പാൽമിച്ച പഞ്ചായത്ത്, ക്ഷീരഗ്രാമം, മുട്ട ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത, മുട്ടഗ്രാമം, ആടുഗ്രാമം പദ്ധതി, സമഗ്ര നീർത്തട പരിപാലന പദ്ധതി, സമ്പൂർണ്ണ ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി, വനിതകൾ, കുട്ടികൾ, വൃദ്ധർ, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ, ട്രാൻസ്ജെൻഡർ എന്നിവരുടെ ക്ഷേമം, സ്വയം തൊഴിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ, വയോജന സൗഹൃദ പഞ്ചായത്ത്, ബാലസൗഹൃദ പഞ്ചായത്ത് എന്നിവയ്ക്ക് വേണ്ട പ്രവർത്തനങ്ങളും നടപ്പിലാക്കും. കിഴക്കുംകര ചൈതന്യ ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സെമിനാർ ജില്ലാ ആസൂത്രണ സമിതി അംഗം സി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 14 പദ്ധതിയുടെ പൊതുസമീപനം എന്താണ് എന്നതിൽ ഊന്നിക്കൊണ്ട് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞാണ് ഞാൻ ഈ അവതരണം ചൊല്ലുന്നത്. എന്താണ് നമ്മളോട് കാൽനൂറ്റാണ്ടിന്റെ അനുഭവം വെച്ച് ജനകീയാസൂത്രണത്തിന്റെ 2ാം ഘട്ടത്തിൽ 14ാം പദ്ധതി മുന്നോട്ട് വെക്കുന്ന സമീപനം ഇതാണ്. ഒരു കാര്യം നമ്മളെല്ലാം ആലോചിക്കണം, നമ്മൾ ആസൂത്രണ പ്രവർത്തകരാണല്ലോ, ആസൂത്രണ വിദഗ്ധന്മാരാണ്. കേരളത്തിലേ ഉള്ളൂ 14ാം പദ്ധതിയും പഞ്ചവത്സര പദ്ധതിയും ഒക്കെ. കേരളം വിട്ട് കടന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ആസൂത്രണ ബോർഡില്ല. കേരളത്തിൽ ആസൂത്രണ ബോർഡ് ഇല്ലാതെ വർഷങ്ങളായി, 10 വർഷമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷത വഹിച്ചു. കരട് രേഖയുടെ അവതരണം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമ്മർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം ജി പുഷ്പ, ലക്ഷ്മി തമ്പാൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മുലക്കണ്ടം പ്രഭാകരൻ, എ തമ്പാൻ, പി വി ബാലകൃഷ്ണൻ, അബ്ദുറഹിമാൻ വൺഫോർ, കെ ആർ ശ്രീദേവി, കെ സി മുഹമ്മദ് കുഞ്ഞി, ആസൂത്രണ സമിതി അംഗം എം മാധവൻ നമ്പ്യാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് സജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചയും ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ പദ്ധതി പ്രവർത്തനങ്ങളുടെ ക്രോഡീകരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാണത്തൂർ ഫെസ്റ്റ് ജനുവരി 25 മുതൽ ഫെബ്രുവരി 5 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്തും പാണത്തൂർ പൗരാവലിയും സംയുക്തമായാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 4 മണി മുതൽ രാത്രി 12 മണി വരെയാണ് പ്രവേശനം. 50 രൂപ ടിക്കറ്റാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൌജന്യമായിരിക്കും. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ 20 രൂപ പ്രവേശന ഫീസായി ഈടാക്കും. 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അമ്യൂസ്മെന്റ് റൈഡുകളിൽ 50% ഇളവ് അനുവദിച്ചിട്ടുണ്ട്. 6000 സ്ക്വയർ ഫീറ്റ് ഫ്ലവർ ഷോ കൂടാതെ ഇന്റർനാഷണൽ ആനിമൽ ആൻഡ് പെറ്റ് ഷോ, വിവിധ ഇനം കാർഷിക വ്യാവസായിക വിപണന സ്റ്റാളുകൾ, വലിയ രീതിയിലുള്ള ഭക്ഷ്യമേള കൂടാതെ എല്ലാ ദിവസവും സ്റ്റേജ് പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും. ഫെസ്റ്റിന്റെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി ചെയർപേഴ്സണായി പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദിനെ തെരഞ്ഞെടുത്തു. കൺവീനറായി പി തമ്പാൻ, ട്രഷററായി പി കെ മുനീർ, ജോയിന്റ് കൺവീനറായി എ ജെ ജെയിംസ്, കെ കെ വേണുഗോപാൽ എന്നിവരെയും വൈസ് ചെയർമാനായി പി ജെ കുര്യാക്കോസ്, കരികെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാലചന്ദ്രൻ കാട്ടൂർ എന്നിവരെയും തെരഞ്ഞെടുത്തു. വാർത്താസമ്മേളനത്തിൽ പ്രസന്ന പ്രസാദ്, കെ കെ വേണുഗോപാൽ, എ ജെ ജെയിംസ്, പി തമ്പാൻ, പി കെ മുനീർ, എം പി ജമാൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് ജില്ലാ ജനകീയാരോഗ്യ സമിതി കാഞ്ഞങ്ങാട് ഹൊസ്ദുർഗ് മാന്തോപ്പ് മൈതാനത്ത് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ ഔഷധ രംഗത്തെ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധവും കോർപ്പറേറ്റ് അനുകൂലവുമായ നയങ്ങൾ നിർത്തലാക്കുക, ഔഷധങ്ങളുടെയും ചികിത്സാ ഉപകരണങ്ങളുടെയും GST പൂർണ്ണമായും ഒഴിവാക്കുക, ഔഷധങ്ങളുടെ വില ഉൽപാദന ചെലവിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് ജില്ലാ ജനകീയ ആരോഗ്യ സമിതി കാഞ്ഞങ്ങാട് ഹൊസ്ദുർഗ് മാന്തോപ്പ് മൈതാനത്ത് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു.
CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ ആരോഗ്യ സമിതി ചെയർമാൻ K ഭാനുപ്രകാശ് അധ്യക്ഷത വഹിച്ചു. VV പ്രസന്നകുമാരി, TP ഉഷ, പവിത്രൻ P എന്നിവർ സംസാരിച്ചു. ജനകീയ ആരോഗ്യ സമിതി കൺവീനർ മനോജ് P സ്വാഗതവും അനീഷ് കുമാർ PV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് വെസ്റ്റേൾ ഏരിയയിലെ പുങ്ങൻചാലിൽ തെയ്യം കെട്ടുത്സവത്തോടനുബന്ധിച്ച് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് ശാരീരികാസ്വാസ്ഥ്യം. 100ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. സ്ത്രീകൾ അധികമാരും കടന്നു ചെല്ലാത്ത മൊബൈൽ ടെക്നീഷ്യൻ മേഖലയിൽ സ്വന്തമായൊരു സംരംഭം. കാസർഗോഡ് ജില്ലയിലെ ആദ്യ വനിതാ മൊബൈൽ ടെക്നീഷ്യനായി സിന്ധു. സർക്കാർ അടച്ചുപൂട്ടിയ ഏകാധ്യാപക വിദ്യാലയങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. അടച്ചുപൂട്ടി 2 വർഷം കഴിഞ്ഞതോടെ കെട്ടിടങ്ങൾ പലതും കാടുകയറി നാശത്തിന്റെ വക്കിൽ. രാഘവൻ മാണിയാട്ടി രചിച്ച ഗ്രാമത്തിന്റെ വഴികൾ പുസ്തക പ്രകാശനം 19-ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രകാശനം നിർവഹിക്കും. കൊണാജെ നരിങ്കാന ഗ്രാമത്തിലെ മോർലാബോലയിലെ ലവകുശ ജോഡുക്കരയിൽ നടന്ന കമ്പള നാടിന്റെ ഉത്സവമായി. ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. കാസർഗോഡ് ജില്ലാ ജനകീയ ആരോഗ്യ സമിതി കാഞ്ഞങ്ങാട്ട് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.